ഹായ്. കൊല്ലം ജടായിപ്പാറയിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ പന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഈ ജടായിപ്പാറ. ജടായിപ്പാറയെ പറ്റി മിക്ക ആൾക്കാർക്കൊക്കെ അറിയാം. ഏകദേശം 826 സ്റ്റെപ്പ് പിന്നിട്ട് വേണം ഈ ജടായിപ്പാറയുടെ നെറുകയിലെത്താൻ. അന്നേരം നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയുണ്ട്. അതൊക്കെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ്. എന്നാലും പോരെ, നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. യാത്ര തന്നെ അടിപൊളിയാണ്. സ്റ്റെപ്പുകളൊക്കെ നടന്ന് ഗുഹകളിൽ കൂടിയൊക്കെ പോയി ഒരു പറഞ്ഞറിയിക്കാനും വയ്യാത്തൊരു അനുഭവങ്ങളൊക്കെയാണ് ഈ ജടായിപ്പാറയിലേക്കുള്ള യാത്രയിൽ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. പോയേക്കാം അല്ലേ. ലോകപ്രസിദ്ധമായ ജടായുപ്പാറ കൊല്ലം ജില്ലയിൽ ചടയമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജടായു എർത്ത് സെൻറ്റർ എന്നുകൂടി അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രധാന കാഴ്ച ജടായുവിൻ്റെ വിസ്മയ ശില്പമാണ്. ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച ലോകത്തിലെ തന്നെ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്ക് നമ്മൾക്കും സാക്ഷ്യം വഹിക്കാനാകും. ആത്മീയതയും പരിസ്ഥിതിയും സമന്വയിപ്പിച്ചുകൊണ്ട് ടൂറിസത്തിന് അനന്ത സാധ്യതകൾ ഏറെയുള്ള ജടായു എർത്ത് സെൻറ്ററിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും സഞ്ചാരികളുടെ നിലയ്ക്കാത്ത വന്നൊഴുക്കാണ്. 64 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പാർക്ക് ജടായുവിൻ്റെ ശില്പവും രാമക്ഷേത്രവും ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞതായി കരുതുന്ന സ്ഥലവും പറ്റാത്ത നീരുറവയും കേബിൾ കാറും തുടങ്ങി നിരവധി കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പാസ് എടുത്തിട്ട് വേണം വിസ്മയ കേന്ദ്രത്തിലേക്ക് പോകാൻ. കയ്യിൽ കരുതുന്ന ബാഗുകൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഉള്ളിലേക്ക് ആളുകളെ കടത്തിവിടുന്നത്. ഇവിടെ നിന്നുമാണ് യാത്രയുടെ തുടക്കം. പരിശോധന കേന്ദ്രത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന കരിങ്കൽ പടമ്പുകൾ താണ്ടി ഏകദേശം 3/4 മണിക്കൂറുകൾ കൊണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടിയോളം ഉയരമുള്ള ജടായിപ്പാറയുടെ നെറുകയിലെത്താം. ഏകദേശം 6 അടിയോളം വീതിയുള്ള പടവുകൾ പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറുമരങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചും ഇരുവശവും സംരക്ഷണ ഭിത്തി ഒരുക്കിയുമുള്ള പാതയിലൂടെ നിർഭയരായി സഞ്ചാരികൾക്ക് പാറമുകളിലെത്താനാകും. പോകുന്ന വഴി വിശ്രമിക്കുന്നതിനും കുടിവെള്ളത്തിനുമായും പ്രത്യേക സൗകര്യങ്ങളുണ്ട്. കല്ലും മണ്ണും കൊണ്ട് മാത്രം നിർമ്മിച്ച കൽപ്പടവുകളുടെ ശില്പി കടയ്ക്കൽ കടമാൻമൂട് ബാലൻപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ 70-ാം വയസ്സിൽ ആരംഭിച്ച ജോലികൾ 3 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. പോകുന്ന പാതയിൽ ഈ വിവരങ്ങളെല്ലാം ഭിത്തിയിൽ രേഖപ്പെടുത്തിയത് കാണാനാകും. നമ്മൾ യാത്ര തുടങ്ങി ഏകദേശം ഒരു 100-ലധികം സ്റ്റെപ്പുകൾ താണ്ടി നമ്മളിവിടെ എത്തി. ഫസ്റ്റ് സ്ഥലത്തെ തുരങ്കത്തിൽ കൂടിയാണ് ഇനി യാത്ര.